ഇന്ന് നമ്മളെല്ലാവരും കർത്താവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുകയാണ്. ഉയിർപ്പ് ഞായറാഴ്ച കഴിഞ്ഞ് ഉയിർപ്പ് തിരുനാൾ കഴിഞ്ഞ് 40-ാം ദിവസം വ്യാഴാഴ്ചയാണ് ഈ തിരുനാൾ ആഘോഷിക്കാറുള്ളത്. ഇപ്പോൾ ജനങ്ങളുടെ സൗകര്യത്തിനായി അത് ഞായറാഴ്ച ആചരിക്കുവാൻ പൊതു അനുവാദം തിരുസഭ നൽകിയിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ കാലത്ത് തന്നെ സ്വർഗാരോപണ തിരുനാൾ സഭയിൽ സാർവത്രികമായിട്ടുണ്ട്. ബഥനിക്ക് സമീപം ഒലിവറ്റ് മലയിൽ നിന്നാണ് കർത്താവ് സ്വർഗാരോപണം ചെയ്തതെന്ന് ഒരു പാരമ്പര്യമുണ്ട്. നാടോടി പുസ്തകം 1-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന വിവരണം ഇപ്രകാരമാണ്. ഈശോ അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുവാനുള്ള ഉപദേശങ്ങൾ നൽകിയ ശേഷം അവർ നോക്കി നിൽക്കുമ്പോൾ മേലോട്ട് ഉയർന്നു പോവുകയും ഒരു മേഘം വന്ന് അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗാരോപണം ചെയ്യുന്നത് അവർ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശുഭ്രവസ്ത്രധാരികളായ 2 പേർ അവരുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അല്ലയോ ഗലീലീരെ, നിങ്ങൾ എന്തിനു മേലോട്ട് നോക്കി നിൽക്കുന്നു? നിങ്ങളുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും. നടപടി പുസ്തകം 1:9. സ്വർഗാരോപണ തിരുനാൾ ദിവസം സുവിശേഷം വായിച്ച ശേഷം ഉയിർപ്പിൻ്റെ രൂപം മാറ്റുകയും പെസഹാതിരി കത്തിക്കുകയും ചെയ്യുന്നു. മിത്രധാരികളായ ഡീക്കനും സബ് ഡീക്കനുമാണ് ഇത് ചെയ്തിരുന്നത്. ചില സ്ഥലങ്ങളിൽ ഉയിർപ്പ് രൂപം സാവധാനത്തിൽ പൊക്കി മേൽപ്പുരയുടെ ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് എടുക്കുമായിരുന്നു. അതേസമയം പിശാചിൻ്റെ ഒരു രൂപം താഴോട്ട് ഇറക്കിയിരുന്നു. കർത്താവിൻ്റെ വീഴ്ചയില്ലാത്തിടത്ത് പിശാചിൻ്റെ വീഴ്ചയാണെന്ന് സാരം. കർത്താവിൻ്റെ വാഴ്ചയില്ലാത്തിടത്ത് പിശാചിൻ്റെ വാഴ്ച വരുന്നതായിട്ട് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. വിചിന്തനം: നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോപണവും കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണവും നമ്മുടെ സ്വർഗാരോപണത്തിൻ്റെ നാന്ദിയാണ്. ആകയാൽ ലക്ഷ്യമില്ലാത്തവനെ പോലെയല്ല നമ്മൾ ഓടുന്നത്, വായിൽ അടിക്കുന്നവനെ പോലെയല്ല ഞാൻ പടവെട്ടുന്നത്. 1 കൊറിന്ത്യൻസ് 9:26. കർത്താവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആചരിക്കുന്ന അവസരത്തിൽ കർത്താവെ, അങ്ങ് ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ജീവിതത്തെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഞങ്ങളും സ്വർഗത്തിലേക്ക് എത്തുവാനുള്ളവരാണ്. കർത്താവെ, ഞങ്ങളെ അങ്ങ് നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.